സിനിമാ നടൻ ദിലീപ് കുറ്റക്കാരനാകുമോ? കോടതി എന്ത് വിധിക്കും? ആരാണ് ഈ പൾസർ സുനി? എല്ലാത്തിനും ഒരൊറ്റൊരു ഉത്തരവുമായി മിന്നൽ നിച്ചു ഇതാ വരികയാണ്. ആക്ടർ ദിലീപിൻ്റെ വിധി പറയാൻ വെറും 10 ദിവസം മാത്രം. ഡിസംബർ 8-ാം തീയതിക്കാണ് വിധി പറയുന്നത്. ദിലീപ് കുറ്റക്കാരനാകുമോ, കുറ്റക്കാരനാണോ അല്ലയോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കഥ തുടരുന്നു. മലയാള സിനിമയിൽ ഏറ്റവും വലിയ നടന്മാരാണ് മോഹൻലാൽ, മമ്മൂട്ടി. എന്നാലും സിനിമയെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ടുപോകുന്നതും സിനിമാ മേഖലയിൽ ഏറ്റവും വലിയ പൊളിറ്റിക്ഷൻ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദിലീപ് കുമാർ. ദിലീപ് പ്രണയിച്ച് മഞ്ജു വാര്യരെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചത് മാത്രവുമല്ല, ഒരു വീട്ടിൽ അടച്ചിടുന്നു. ഉദാഹരണം പറഞ്ഞാൽ സിനിമയ്ക്കോ അഭിനയിക്കാനോ ജോലിക്കോ ഒന്നും പോവാതെ ഒരു വീട്ടമ്മയായി അല്ല വൈഫ് ഹൗസായി ഇങ്ങനെ ഇരിക്കുന്നു. ദിലീപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ അഭിനയിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ബാക്കിയുള്ള നടിമാരുടെ അടുത്തൊക്കെ സംരക്ഷണം ഉണ്ടാക്കുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു, പ്രണയിക്കുന്നു. ആ സമയത്ത് ഒരു നടി ഇതൊക്കെ വിളിച്ച് തൻ്റെ സുഹൃത്ത് മഞ്ജു വാര്യരടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അവിടെയാണ് വരുന്നൊരു കഥ. പൾസർ സുനി. പൾസർ സുനി എന്നുള്ളൊരു വ്യക്തി സിനിമയായി ഒരുപാട് ബന്ധമുള്ളൊരു വ്യക്തിയാണ്. ഒരു ഗുണ്ടയാണ്, ഒരു ബൈക്ക് റൈഡറാണ്, ഒരുപാട് കാര്യങ്ങളാണ്. അതുകൊണ്ട് ദിലീപ് എന്നുള്ളൊരു വ്യക്തിൻ്റെ വാക്കുകളോ അല്ല കൊട്ടേഷനോ എന്ന് മേടിച്ച് ഈ പെണ്ണിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗത്തിൽ 7-ാമത്തെ പ്രതി ആണെങ്കിലും 2-ാമത്തെ പ്രതിയാണ് ദിലീപ്. തീർന്നിട്ടില്ല. എന്നിട്ട് ഒരുപാട് പണത്തിൻ്റെ പേരിലും ഒരുപാട് കാര്യത്തിൻ്റെ പേരിലും കേസ് മുന്നോട്ട് പോയെങ്കിലും 2018 അറസ്റ്റ് ചെയ്ത് 82 ദിവസം ജയിലിൽ കിടന്നു. ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള വിഷയമല്ല. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അവന് ശിക്ഷ കിട്ടിയേ തീരൂ. അതെങ്ങനെ ഒരു കാര്യം ചെയ്താൽ ശിക്ഷ തീരൂ. എന്നിട്ട് വീണ്ടും അപ്പീലിന് പോവാത്ത നിരക്കിലാണൊക്കെയാണ് ഈ ഒരു ശിക്ഷ കിട്ടുന്നത്. ഈ പണത്തിൻ്റെ അഹങ്കാരം ഒരു പെൺകൊച്ചിനടുത്ത് കാണിക്കരുത്. ഒരു പെൺശാപം എന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ശാപമാണ്. അത് ഏതൊരു പെണ്ണിൻ്റെ ആയാലും മഞ്ജു വാര്യരുടെ ശാപമാണ് ഈ ദിലീപിനുള്ളത്. ദിലീപിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അതായത് എൻ്റെ ജില്ലയാണ്, കാസർഗോഡ് ജില്ലയാണ്. ഞാനും ദിലീപ് ഫാനായിരുന്നു. എനിക്ക് ദിലീപിൻ്റെ പടം ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാലും പെൺകേസുള്ളൊരു വ്യക്തി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയാണ് ഇയാളെ ശിക്ഷ കണ്ട്. അതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.